പ്രത്യാശ നിറഞ്ഞതായ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ചിന്തയ്ക്കായി തന്ന വചനം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യമാണ്. മറിയയോട് ദൂതൻ ചില സദ്വർത്തമാനം അറിയിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ പിറവിയെക്കുറിച്ചുള്ളതായ സദ്വർത്തമാനമാണ്. ഈ ലോകത്തിന് സമാധാനം വരുന്നതും ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കും ഉന്നമനത്തിനും നീതിമാന്മാരുടെ വീണ്ടെടുപ്പിനുമുള്ളതായ ഒരു സന്ദേശം, ഒരു ദൂത് ദൈവത്തിൻ്റെ ആ രാജ്യത്തിൽ അതിനൊക്കെ സമയം പൂർണ്ണമായിരിക്കുന്നു, ദൈവം പ്രവൃത്തികൾക്കായിട്ട് എഴുന്നേൽക്കുന്നു എന്ന ഒരു സന്ദേശം മറിയയ്ക്ക് കൊടുത്തപ്പോൾ മറിയ വളരെ സന്തോഷത്തോടു കൂടി ആ സന്ദേശങ്ങളൊക്കെ കേട്ടിട്ട് അവളുടെ ഹൃദയത്തിൽ ഒരു ചോദ്യമുണ്ടായി, ഇത് എങ്ങനെ സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ദൂതൻ അതിൻ്റെ സകല ക്ലിനിക്കൽ വരുമരാഴികകളൊക്കെ മറിയെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഒടുവിൽ ദൂതൻ ഒരു വാക്കിൽ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും എന്ന ചോദ്യത്തിൻ്റെ ഒറ്റ വാക്കിൽ ഒരു മറുപടി ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ദൂതൻ പറയുന്നു, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് ഈ പ്രഭാതത്തിൽ പറയുവാനുള്ളത്, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ഒന്നുമില്ല എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്നുമില്ലല്ലോ. നോക്കൂ, നമ്മളത് മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് ദൂതന്മാർക്ക് നിശ്ചയമുണ്ട്, സ്വർഗത്തിന് നിശ്ചയമുണ്ട്, ഭക്തന്മാർക്ക് നിശ്ചയമുണ്ട്. എന്നാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന ചോദ്യം ഉന്നയിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത്, ദൈവത്താൽ ഒന്നും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധ്യതകളുടെ വഴികളൊക്കെയും അടയുമ്പോൾ നമുക്ക് ചെന്നെത്തുവാൻ നമുക്കൊരു ആശ്രയ പീഠമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആശ്രയിക്കുവാൻ ഒരു സ്ഥലമുണ്ട്, ഒരു സ്ഥാനമുണ്ട്. അത് ഉന്നതനും ചെറിയവനും വലിയവനും പണ്ഡിതനും പാമരനും രാജാക്കന്മാർക്കും അടിമകൾക്കും ആർക്കാണെങ്കിലും ശരി, അവർക്ക് ചെന്നെത്തുവാൻ, ആശ്രയിക്കുവാൻ, അവരുടെ സങ്കടങ്ങളെ അവതരിപ്പിക്കുവാൻ ഒരു സ്ഥലം ഉണ്ട് എന്ന് നമ്മോട് വിളിച്ചു പറയുന്ന ഒരു വാചകമാണ്, ദൈവത്താൽ അസാധ്യമായത് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നാം ധൈര്യത്തോടെ അവൻ്റെ അടുത്തേക്ക് വരുവാൻ നമുക്കൊരു പ്രത്യാശപരമായ ഒരു ഉത്സാഹം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുകയാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ പലപ്പോഴും ചഞ്ചലരായി കലങ്ങി നമ്മൾ തന്നെ ചോദിക്കും, വിശ്വാസികളായിക്കോട്ടെ അവിശ്വാസികളായിക്കോട്ടെ, എത്ര ഭക്തന്മാരായിക്കൊള്ളട്ടെ, പലപ്പോഴും പല വിഷയങ്ങളുടെ മുൻപിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ നാവിൽ വരുന്നതായ ഒരു ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? സംഭവിക്കാൻ സാധ്യമാകുന്നതായ സകല വഴികളും അടഞ്ഞല്ലോ. ഇനി എങ്ങനെ സാധിക്കുവാനുള്ള സമയക്ലിപ്തങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. എന്തെങ്കിലും നടക്കുമായിരുന്നെങ്കിൽ നേരത്തെ നടക്കണമായിരുന്നു. അത് സംഭവിച്ചില്ല. ഒരിക്കൽ ഒരു ഭക്തനായ ഒരു മനുഷ്യന്റെ സാക്ഷ്യം, അനുഭവ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത ഒരു കുറ്റത്തിന് ചില നാളുകൾ, ചില മാസങ്ങൾ ജയിലറകളിൽ അടയ്ക്കപ്പെട്ടു. വിധികൾ പലത് വന്നു. അനേക ദിവസങ്ങൾ വക്കീലന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് തൻ്റെ നിരപരാധിത്വം ഒരിക്കലും തെളിഞ്ഞു അത് അംഗീകരിക്കപ്പെട്ടില്ല. ആ വിഷയത്തിൻ്റെ ഗൗരവം മൂത്ത് വന്നു. ഒടുവിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി എണ്ണിക്കൊണ്ട് കോടതി വിധിച്ചു, അവനെ തൂക്കിക്കൊല്ലുവാൻ വിധിയുണ്ടായി. അതിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടുവാൻ വേണ്ടി വീണ്ടും അപ്പീലിന് പോയി. പോകാവുന്ന വഴികളെല്ലാം തേടി, സംസാരിക്കാവുന്നവരോടൊക്കെ സംസാരിച്ചു, ഭരണാധികാരികളോട് സംസാരിച്ചു, ന്യായാധിപന്മാരോട് സംസാരിച്ചു.
എങ്ങും ഒരു രക്ഷയുമില്ല. കാരണം അവൻ്റെ പേരിലുള്ള FIR അത്ര കുരുക്കപ്പെട്ട FIR ആണ് ഒരുക്കിയിരിക്കുന്നത്. അതിന്മേലുള്ളതായ വിചാരണ കഠിനമാണ്. അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ സത്യത്തിനും നീതിക്കും ഒരു സ്ഥാനവുമില്ലാതായിപ്പോയി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് നിരന്തരം അവനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിടുവിക്കും. ഒരു കൂട്ടം ദൈവമക്കൾ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുമുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുകയാണ്, ഞാൻ വിടുവിക്കും, ഞാൻ വിടുവിക്കും. എവിടെ വിടുവിക്കാനാ? ആ വിടുവിക്കുന്നതായ വാക്കുകളിന്മേൽ അവർക്കൊടുവിൽ ഭാരമായി പോയി. അവൻ്റെ സ്വസ്ഥത മുഴുവനും നഷ്ടപ്പെട്ടു. ഒടുവിൽ പ്രസിഡന്റും തൻ്റെ ദയാഹർജി നിരാകരിക്കുകയുണ്ടായി. തന്നെ തൂക്കിക്കൊല്ലുവാനുള്ളതായ ദിവസങ്ങൾ അടുത്തു. വിഷണ്ണനായി ഇനിയും ഒരു സംസാരത്തിനും എങ്ങും പോകുന്നില്ല. ദൈവം തന്ന ശിക്ഷ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ആ മനുഷ്യൻ തന്നെ ഒരുക്കി. ആരോടും അധികം സംസാരിക്കാതെ ജയിലറകളിൽ ദിവസങ്ങളോളം, പിന്നീട് തന്നെ കാണാൻ വന്നവരെ ആരും താൻ കാണാൻ തയ്യാറായില്ല. ദൈവം പോലും തന്നെ കൈവിട്ടു, സ്വർഗം തന്നെ കൈവിട്ടു, സ്വർഗം തന്നോട് ഭോഷ്ക് പറയുന്നു എന്ന് തൻ്റെ മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ടും ആ ചിന്തയുടെ നടുവിലും ദൈവത്തിൻ്റെ ആത്മാവിന് തന്നോട് സംസാരിക്കുവാനുള്ളത്, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ വിടുവിക്കും. ഇതെന്തൊരു കഷ്ടമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിലും കോടതി വിധിയുടെയും ഇടയിൽ തനിക്ക് ഞെരുക്കപ്പെട്ടതായ ഒരു അനുഭവം. ആരുടെ വാക്കിനാണ് ചെവി കൊടുക്കേണ്ടത്? സ്വർഗത്തിലോ അതോ ഈ ഭൂമിയിലെ ന്യായാധിപന്മാർക്കോ? ഓർത്തു നോക്കൂ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനാകുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെ കൊണ്ടൊന്ന് അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും നമുക്കൊരു പക്ഷെങ്കിൽ സാധിക്കുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു മന്ത്രി ജയിൽ പുള്ളികളെ സന്ദർശിക്കുകയുണ്ടായി. ജയിലിലെ സൗകര്യങ്ങളും ജയിലിലെ ശുശ്രൂഷകൾ, അവരുടെ കാര്യങ്ങളും ഒക്കെ നേരിട്ട് നോക്കി പഠിക്കുവാൻ ഒരു മന്ത്രി ആ ജയിൽ സന്ദർശിക്കുകയുണ്ടായി. ആ മന്ത്രി വന്നപ്പോൾ എല്ലാ ജയിൽ പുള്ളികളും അദ്ദേഹത്തിന് മുൻപിൽ ദയാഹർജിയെ പോലെ ദയ തോന്നുവാനും കരുണ തോന്നുവാനുമുള്ളതായ ശരീരഭാഷയും മുഖഭാഷയും വാക്കുകളും കൊണ്ടൊക്കെ തന്നോട് കൈകൂപ്പിയും ഒക്കെ വളരെ പ്രതീക്ഷയോടെ മന്ത്രിയെ കാണുകയുണ്ടായി. ചിലർക്കൊക്കെ മന്ത്രിയോട് സംസാരിക്കാൻ അവസരമുണ്ടായി. എന്നാൽ ഈ മനുഷ്യനും വേറെ ചിലരും ഒക്കെ ആകട്ടെ, പ്രത്യേകാൽ ഈ ഭക്തനായ മനുഷ്യൻ ആ ജയിലിൻ്റെ ഒരു കോർണറിൽ പോയി മന്ത്രിയെ നമസ്കരിക്കുവാനോ സംസാരിക്കുവാനോ താൻ വന്നതായിട്ട് കാണുവാൻ പോലും താൻ തയ്യാറായില്ല. താൻ താടിക്ക് കയ്യും കൊടുത്ത് വിഷണ്ണനായി ആകാശത്തേക്ക് നോക്കി, ഈ മന്ത്രി വന്നാലെന്താ, ഇനി പ്രസിഡന്റ് വന്നാലെന്താ, ആര് വന്നാലെന്താണ്, എന്നെ രക്ഷിക്കാനുള്ളതായ സകല വഴികളും അടഞ്ഞു, ഇനിയും രക്ഷപ്പെടുവാൻ വഴിയില്ല എന്ന് തനിക്ക് പൂർണ്ണമായി ബോധ്യമായപ്പോൾ ഒരു മന്ത്രിയെയും വന്ദിക്കുവാൻ താൻ തയ്യാറായില്ല. എന്നാൽ ആ മന്ത്രി അവിടുത്തെ വിസിറ്റിങ്ങും പരേഡും ഒക്കെ കഴിഞ്ഞിട്ട് ഓഫീസിൽ ചെന്നിട്ട് അദ്ദേഹം അതിൻ്റെ ജയിലിലെ അധികാരികളെ വിളിച്ച് ചോദിച്ചു, ഞാൻ അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ഒരു വ്യക്തി ആ ജയിലിൻ്റെ അറയുടെ ഒരു മൂലയിൽ എന്നെ ശ്രദ്ധിക്കാതെയും എനിക്ക് മുഖം തരാതെയും വളരെ വിഷണ്ണനായി വളരെ അവജ്ഞയോടെ അവൻ ഇരിക്കുന്നത് കണ്ടല്ലോ. എന്താണ് അവൻ്റെ കാര്യം, എന്താണ് അവൻ്റെ കേസ് എന്ന് അവൻ്റെ ഫയൽ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ഫയലിന്മേൽ അവനെ തൂക്കിക്കൊല്ലുവാനുള്ള വിധിക്ക് അല്പം കൂടെ സാവകാശം കൊടുക്കുവാൻ ജഡ്ജിയോട് മന്ത്രി ആവശ്യപ്പെട്ടു. ആ സാവകാശത്തിനിടയിൽ അവൻ്റെ കേസ് റിവ്യൂ ചെയ്യുവാനുള്ള ഓർഡർ വാങ്ങി. ആ കേസ് പരമാർത്ഥതയോടെ ആത്മാർത്ഥതയോടെ അന്വേഷിക്കുന്ന ചില അന്വേഷകന്മാരെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നിശ്ചയിക്കുകയുണ്ടായി. കോടതി നേരിട്ട് അങ്ങനെയുള്ളതായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. എന്തിനു പറയുന്നു? കേവലം 3 മാസത്തിനകം അവൻ നിരപരാധിയാണെന്നുള്ളതായ റിപ്പോർട്ട് കോടതിയിൽ എത്തുകയുണ്ടായി. ആരോടും ചോദിക്കാതെ ആ ജഡ്ജി നിരുപാധികം അവന് ക്ഷമ കൊടുത്തും കൊണ്ട്
അവനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതിയിൽ നിന്നും ജയിലിൽ നിന്നും അവനെ നിരുപാധികം ഇറക്കിവിട്ടു. നോക്കൂ, ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് സംസാരിക്കുന്നത് ഞാൻ വിടുവിക്കും. ആദ്യമൊക്കെ അവൻ്റെ പ്രതീക്ഷകളെല്ലാം മങ്ങുന്നതിന് മുൻപ് അവനൊരു ചിന്തയുണ്ടായിരുന്നു, ദൈവം എന്നെ വിടുവിക്കും. അസാധ്യമായതൊക്കെ ദൈവം സാധ്യമാക്കി തരും. എന്നാൽ ഓരോരോ വാതിലുകൾ അടഞ്ഞപ്പോൾ അവൻ്റെയും ഹൃദയത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായി, ഇതെങ്ങനെ സംഭവിക്കും? പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമാണ് ഒരു പക്ഷെങ്കിൽ സംഭവിക്കുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, നിന്നോട് സംസാരിച്ചിട്ടുള്ളതെങ്കിൽ, നിനക്ക് പ്രത്യാശ തന്നിട്ടുള്ളതെങ്കിൽ, നീയുമായിട്ടുള്ള ഇടപാടിൽ ദൈവം അങ്ങനെയുള്ളൊരു ഉണർവാണ് നിനക്ക് തന്നിട്ടുള്ളതെങ്കിൽ, തീർച്ചയായിട്ടും ദൈവത്താൽ ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. നോക്കൂ, ദൂതൻ സംസാരിച്ചതായ അതേ വാചകം ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. ദൈവത്താൽ ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, ദൈവത്താൽ ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ദൂതൻ പറയുക, അല്ലല്ലോ. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ, മുൻപോട്ട് കടന്നു വരുവാനുള്ള ഒരാഹ്വാനം. സകല വഴികളും അടയുമ്പോൾ ഒരു വഴി തുറക്കപ്പെടും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. അസാധ്യമായത് ദൈവത്താൽ അസാധ്യമായത് ഒന്നും ഇല്ലല്ലോ. നമ്മൾ കേൾക്കേണ്ടതിന്, നമ്മൾ ഗ്രഹിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് അതേ ശബ്ദം നമ്മെ ഈ പ്രഭാതത്തിൽ കേൾപ്പിക്കുകയാണ്. അനേക ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ, കലക്കങ്ങളുടെ മുൻപിൽ, ചിലപ്പോൾ ചില വിഷയങ്ങളുടെ മുൻപിൽ നമ്മൾ കുറ്റക്കാരായിരുന്നിരിക്കാം. നമ്മൾ നിരപരാധികളായിരിക്കണമെന്നില്ല. എന്നാൽ കുറ്റമുള്ളവനെയും രക്ഷിക്കുവാൻ തക്കതായ ഒരു രക്ഷയുടെ ദൂതാണ്, ഒരു സന്ദേശമാണ് ദൈവം ഈ പകൽക്കാലം നമുക്ക് തരുന്നത്. നോക്കൂ, മുടിയനായ പുത്രനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, അവൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവൻ്റെ പിതാവ് ഓരോ ദിവസവും അവന് വേണ്ടിയുള്ള ഉടുപ്പുകളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് അവനെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതായ ഒരു പദ്ധതി ആ പിതാവ് വീട്ടിൽ സജ്ജീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രത്യാശ നഷ്ടപ്പെട്ടു പോയതായ, ഒരിക്കലും തിരികെ വരികയില്ല എന്ന് തീരെഴുതി വിട്ടതായ മകൻ, അവൻ തിരികെ വരുമ്പോൾ അവനെ ഇടിവിക്കുവാനുള്ള, അവന് കൊടുക്കുവാനുള്ള ഉടുപ്പ് ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവ് ചില പുതിയ വസ്ത്രങ്ങളും തയ്പ്പിച്ചുകൊണ്ട് മലയുടെ അടിവാരത്തിൽ പോയി അങ്ങ് മുകളിൽ കയറി ദൂരെ നോക്കുകയാണ്. ആ വരുന്നത് എൻ്റെ മകനാണോ? ഒരു ചെറിയ ഇരുണ്ട വെളിച്ചത്തിൽ ഒരു മിന്നൽ കാണുമ്പോൾ പിതാവിൻ്റെ ചിന്ത എന്താണെന്ന് അറിയാമോ? ഒരു പക്ഷെങ്കിൽ എൻ്റെ മകൻ വിശന്ന് അവൻ്റെ ശബ്ദമായിരിക്കും കേൾക്കുന്നത്, അവൻ നിലവിളിക്കുന്നതായിരിക്കും. ഓരോ ദിവസങ്ങളും തള്ളി നീക്കി പിതാവിൻ്റെ മനസ്സിൽ ഒരാത്മാവ് പറയുന്നു, അവൻ തിരികെ വരും. എന്നാൽ വീട്ടിലുള്ള ജ്യേഷ്ഠനും മറ്റു ജോലിക്കാരും ഒക്കെ വേലക്കാരും ഒക്കെ പറയുന്നത്, ഇല്ല, അവൻ നശിച്ചു പോയി, അവൻ വരില്ല, ഇനി ഒരിക്കലും അവൻ വരില്ല. പക്ഷെങ്കിൽ പിതാവിനോട് ഒരാത്മാവ് പറഞ്ഞു, നോ, ഹി വിൽ കം ബാക്ക്. വൺ ഡേ ഹി വിൽ കം ബാക്ക്. ഓരോ സായാഹ്നത്തിലും രാത്രി വീഴുന്നതിന് മുൻപ് ആ ഇരുണ്ട വെളിച്ചത്തിൽ പിതാവിൻ്റെ ഒരു നോട്ടം, എൻ്റെ മകൻ്റെ ശബ്ദം കേൾക്കാൻ നഷ്ടപ്പെട്ടു പോയവൻ, സകലതും വാങ്ങിച്ചും കൊണ്ട് നശിച്ചു പോയവനാണ്, അവനിൽ ഇനി അവശേഷിക്കുന്ന ഒന്നുമില്ല. എന്നാൽ തിരികെ വരുവാനുള്ളതായ ഒരു മനസ്സ് ആ മകനിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിന്നെ കാത്തു നിൽക്കുന്ന ഒരു പിതാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. നിന്റെ മനസ്സിൽ അടിക്കടി നിന്നെ അലട്ടുന്നതായ ഒരു ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? നിന്റെ ബുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും നിന്റേതായ സകല കാര്യങ്ങളിലുമൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ സാധ്യമായ വഴികളൊന്നും കാണുന്നില്ല. എല്ലാം അടഞ്ഞ വഴികളാണ് നീ കാണുന്നതെങ്കിലും ഒരു വഴി തുറക്കുവാൻ, അത് പൂർണ്ണമായി നിത്യമായി അടച്ചിട്ടില്ലാത്ത ഒരു വഴിക്ക് കാവൽ നിൽക്കുന്ന ദൂതന്മാർ നിനക്ക് വേണ്ടിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ മുട്ടിയ വാതിലുകളൊക്കെ അടഞ്ഞു, ഒരിക്കലും ഇനി അത് തുറക്കുകയില്ല. എന്നാൽ നിത്യമായി അടയാത്ത ഒരു വാതിലുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് ആജ്ഞ ലഭിക്കുമ്പോൾ
നിനക്ക് വേണ്ടി തുറന്ന് നിന്നെ സ്വീകരിക്കുവാൻ ആ ദൂതന്മാർ ദൈവത്താൽ കൽപ്പന ലഭിച്ചതിന് കാവൽ നിൽക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ സന്ദേശം. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നീ ചിന്തിച്ച് നീ ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കലങ്ങിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതിന് ഉത്തരം തരുന്നു. ദൈവം പറയുന്നതായ ഉത്തരങ്ങളെ നീ വിശ്വസിക്കുക. ദൂതൻ നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അനേക ദൈവമക്കളുടെ ഭക്തന്മാരിൽ കൂടെ നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് ആലോചന തന്നിട്ടുണ്ടെങ്കിൽ ദൈവം പറഞ്ഞത് നടക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. അടുത്ത് നിൽക്കുന്നവർക്ക് അല്ല, ദൂരസ്ഥർക്കും കൂടെ, അങ്ങ് ദൂരെ കണ്ണെത്താത്ത ദൂരത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും അത് വ്യത്യാസമന്യേ, മുഖപക്ഷമില്ലാതെ. ദൈവത്തിന്റെ സന്നിധിയിൽ മുഖപക്ഷമില്ല. അവന്റെ സന്നിധിയിൽ വീണ്ടെടുപ്പ് ഉണ്ട്. അവന്റെ സന്നിധിയിലെ സന്തോഷം അനുഭവിക്കുവാൻ നിന്റെ മനസ്സിൽ ഒരു തിരിച്ചുവരവിന്റെ ആത്മാവ് പ്രവർത്തിക്കണം. നോക്കൂ, മറിയ ആ വാക്കെല്ലാം കേട്ട് അവൾക്ക് മനസ്സിലായപ്പോൾ അവൾ പറയുന്ന ഒരു വാക്ക് ഇതാ, കർത്താവേ നിന്റെ ദാസി. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞവൾ ഒറ്റ വാക്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവളുടെ ഹൃദയത്തിൽ പരിപ്രവർത്തിച്ചപ്പോൾ ഇതാ ദൈവത്തിന്റെ ദാസി. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹൃദയം ദൈവത്തിൽ നിന്ന് സമാധാനം പ്രാപിക്കും. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നിനക്കറിയില്ലെങ്കിലും ദൈവം അറിയുന്നുണ്ട് അതെങ്ങനെ സാധിപ്പിക്കണമെന്ന്. നീയും നിന്റെ കുടുംബവും സമാധാനം അനുഭവിക്കുവാൻ ദിവസങ്ങളായി, വർഷങ്ങളായി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിന്റെ വീട്ടിൽ പുകമറ സൃഷ്ടിക്കുമ്പോൾ, അനേക വാതിലുകളെ അടച്ചു കാണിക്കുമ്പോൾ ഒരു വാതിൽ തുറന്ന് ദൂതൻ നിന്നെ കാണിക്കുകയാണോ? ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ. ദൈവ ആലോചനയ്ക്ക് വേണ്ടി നിന്റെ കാതുകളെ നീ ഏൽപ്പിക്കുമെങ്കിൽ, ചായ്ക്കുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. ഗാഡ് ബ്ലെസ് യു.